പ്രദർശന നഗരിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരിനമായിരുന്നു ഭക്ഷ്യസാധനങ്ങളുടെ പ്രദർശനം. അതിന് ചക്ക, ഓറഞ്ച്, പൈനാപ്പിൾ, മുന്തിരി, ചെറുനാരങ്ങ ഇങ്ങനെയുള്ള ധാരാളം വിഭവങ്ങളുണ്ടായിരുന്നു. അവയുപയോഗിച്ചുള്ള ഓരോ ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണവും ഉണ്ടായിരുന്നു. വിശേഷപ്പെട്ട ഇനം, കൂടുതൽ കാര്യക്ഷമതയുള്ളത്, സപ്പോർട്ട നല്ല മധുരമുള്ളത്, പഞ്ചസാരയേക്കാൾ കൂടുതൽ മധുരമുള്ളത്, അതുപോലെ ചെറുനാരങ്ങ ധാരാളം നീരുള്ളത് എന്ന് വേണ്ട എല്ലാ തരത്തിലുമുള്ള ഉൽപ്പന്നങ്ങൾ, പഴവർഗ്ഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കാർഷിക വിപണി തന്നെ ഒരു വലിയ കാഴ്ചയായിരുന്നു. ഓരോ ഇനങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇതാ അടുത്ത പ്രദർശന സ്റ്റാളിലേക്ക് ആളുകൾ കടക്കുന്നു. എന്തൊരു തിരക്കാണ് അവിടെ! ഒന്ന് ചുവന്നരെ കാണുന്നതിനോ കേൾക്കുന്നതിനോ പോലും കഴിയുന്നില്ല. ആയിരക്കണക്കിന് ആളുകളാണ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരോട് പറയാൻ സമയമില്ല. അവർക്ക് വേണ്ട ലഘുലേഖകൾ ആവശ്യത്തിനുണ്ട്. അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും തമിഴിലും ഉള്ളത് കൊടുത്തയക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായി എത്തിയിരിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള ധാരാളം ആളുകളുണ്ട്. ഇതിൽ വീട് തുടച്ച് വൃത്തിയാക്കുന്നത്, കൃഷിസ്ഥലങ്ങളിൽ കാട് പറിക്കാനും തൈ നടാനും കുഴി കുഴിക്കാനും എന്ന് വേണ്ട ധർമ്മമായ ജോലികൾ ചെയ്യുന്നവയുണ്ട്. ഇതാ ഡ്രോണുകൾ. 20 കിലോ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളാണ്. ഒരു പ്രാവശ്യത്തെ ചാർജിങ്ങിൽ 15 മിനിറ്റ് സമയം പറക്കും. 1.5 കിലോമീറ്റർ ചുറ്റളവിലെ പാടശേഖരങ്ങളിൽ മരുന്ന് തളിക്കാൻ ഇവന് മിനിറ്റുകൾ മാത്രം മതി. നല്ല കാര്യശേഷിയുള്ള, ശരിയായി പ്രവർത്തിക്കുന്ന, നല്ല ഗുണമേന്മയുള്ള ഈ യന്ത്രം കാർഷിക ലോകത്തിൻ്റെ ഒരു സ്വപ്നമാണ്. പാടത്തുണ്ടാകുന്ന കൃമികീടബാധകളെ ഒഴിവാക്കുന്നതിന് വേണ്ടി മരുന്ന് തളിക്കാൻ ഇവ ഉപയോഗിക്കാം. കാര്യക്ഷമതയുള്ള ഈ യന്ത്രത്തിന് 8 ലക്ഷം രൂപ മാത്രം വിലയുള്ളൂ. അതിൽ സബ്സിഡി കഴിച്ച് വളരെ കുറച്ച് മാത്രം കൊടുത്താൽ മതി. അവയുടെ ലീഫുകൾ വളരെ ബലമുള്ളതാണ്. കൃഷിക്കാർ അത് നോക്കുന്നു. അവയുടെ വിവരങ്ങൾ കൃത്യമായി പറഞ്ഞിടാൻ അവിടെ ആളുകളുണ്ട്. കൃഷിക്കാരൻ്റെ ഒരു സ്വപ്നമാണ്. കൃഷിഭൂമിയിലെ കീടബാധ ഒഴിവാക്കുന്നതിന് വേണ്ടി മരുന്ന് തളിക്കാനും അതുപോലെ തന്നെ വളമിടുന്നതിനും എല്ലാ ജോലികളും ഇതുകൊണ്ട് ചെയ്യാൻ കഴിയും. ഇതാ പാല് കറക്കാനുള്ള യന്ത്രം. ഫാമുകളിൽ ഉപയോഗിക്കുന്ന പശുവിനെയോ എരുമകളെയോ ഒക്കെ കറക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന യന്ത്രങ്ങളാണിത്. വളരെ കാര്യക്ഷമയുള്ളത്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ രോഗം വന്നാൽ അവയെ ഉയർത്തി നിർത്തി ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്. കൈകൊണ്ട് ഉന്തിക്കൊണ്ട് നടക്കാവുന്ന ചെറിയ ചെറിയ കറവയന്ത്രങ്ങൾ, അതുമുതൽ വലിയ ഫാമുകൾ ഉപയോഗിക്കുന്ന കൂറ്റൻ യന്ത്രങ്ങൾ വരെയും അവിടെയുണ്ട്. ഇവയ്ക്കെല്ലാം സബ്സിഡി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം ഇവയുടെ പ്രവർത്തനം വളരെയേറെ കാര്യക്ഷമമാണ്. ഇന്ധനക്ഷമതയുള്ളത്, അധികം വൈദ്യുതി വേണ്ടാത്തത്. തെങ്ങ് കാർഷിക വിപണിയിലെ ഒരു പ്രധാനപ്പെട്ട ഇനമായിരുന്നു തെങ്ങും തെങ്ങിൻ്റെ ഉൽപ്പന്നങ്ങളും. കൊപ്ര ആട്ടി എണ്ണയെടുക്കുന്ന ധാരാളം യന്ത്രങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചു. അടുക്കളയിലും അതുപോലെ ഫാക്ടറികളിലും ഒക്കെ ഉപയോഗിക്കുന്ന ചെറുതും വലുതുമായ യന്ത്രങ്ങൾ ഒരു കാഴ്ചയായിരുന്നു. വളരെ ലളിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇതാ ഞാറ് നടുന്ന ഒരു യന്ത്രം. ഇത് വെച്ചിരിക്കുന്നത് വെളിയിലാണ്. വെളിയിലെ മുറ്റത്ത് ഇതിൻ്റെ പ്രവർത്തനം അവരിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഞാറ് നടാനും കളപറിക്കാനും അതുപോലെ അവയെ ഒരുക്കുന്നതിനും എല്ലാമുള്ള സൗകര്യങ്ങൾ ഈ യന്ത്രത്തിലൂടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് വളരെ ലഘുവായ രീതിയിലാണ് ഇവയുടെ പ്രവർത്തനം. ഏതൊരാൾക്കും, ഒരു കൊച്ചുകുഞ്ഞിന് പോലും ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും. അത്രയേറെ സങ്കീർണമല്ലാത്ത പ്രവർത്തന സംവിധാനം ഒരുക്കിയിരിക്കുന്ന ഈ യന്ത്രങ്ങൾ എല്ലാവരുടെയും കാഴ്ചയ്ക്ക് പാത്രമായിരിക്കുന്നു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു വലിയ നേട്ടമാണ്. ചെറിയ യന്ത്രത്തിനോട് ചേർന്ന് വലിയ യന്ത്രങ്ങൾ കൊണ്ടുവച്ചിട്ട് വലിയ കൂറ്റൻ കൊയ്ത്ത് യന്ത്രങ്ങളും മെരിയന്ത്രങ്ങളും ട്രാക്ടറുകളുമുണ്ട്. പക്ഷേ ഈ കുഞ്ഞൻ യന്ത്രം അത് കാണാനാണ് ആളുകൾ അടിച്ചുകൂടിയിരിക്കുന്നത്. അവയുടെ പ്രവർത്തനം വളരെ എളുപ്പമുള്ളതാണ്. ഒരാൾ കൊന്തിക്കൊണ്ട് നടക്കാവുന്നത്. ഏതൊരു ചെറിയ കൃഷിഭൂമിയിലും ഒരു തൊണ്ടു ഭൂമിയിൽ പോലും കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള യന്ത്രങ്ങൾ. അവയുടെ നിർമ്മാണം, അവയുടെ പരിരക്ഷ, അതുപോലെ അവയുടെ അറ്റകുറ്റപ്പണികൾ, ഇവയെല്ലാം വളരെ കൃത്യയോടെ ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് പറയുന്നു. അറ്റകുറ്റപ്പണികൾ തീരെ കുറവായിട്ടുള്ള ഈ യന്ത്രങ്ങൾ, ഇത് കർഷകൻ്റെ ഒരു സ്വപ്നമാണ്. മൈതാനത്ത് കൂട്ടിയിട്ടിരിക്കുന്ന വലിയ യന്ത്രങ്ങളുടെ അടുത്ത് ഈ കുഞ്ഞൻ യന്ത്രത്തിൻ്റെ പ്രവർത്തനം കാണാൻ ധാരാളം ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് തന്നെ ഇതിൻ്റെ ഗുണമേന്മയുടെ പ്രത്യേകതയാണെന്ന് പറയാം. കാഴ്ച കണ്ട് ആളുകൾ തറയിൽ കുത്തിയിരിക്കുന്നു. മടുത്തു. കിലോമീറ്ററുകളോളം നടക്കണം. പ്രദർശന സ്ഥലത്ത് ധാരാളം ആളുകളുണ്ട്. അതിൽ കൂടെ ആളുകൾ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരു വലിയ പ്രവാഹത്തിൻ്റെ ഭാഗമായി കാഴ്ചക്കാർ ഇവിടെയുണ്ട്. അതുപോലെ സാധനം വാങ്ങുന്നവർ, അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നവർ, അതിൻ്റെ ലഘുലേഖകൾ സൂക്ഷിക്കുന്നവർ, അവയെക്കുറിച്ച് ബയോഡേറ്റയും മറ്റു കാര്യങ്ങളും ഒക്കെ കുറിച്ച് കൊടുക്കുന്നവർ, ആവശ്യമായ യന്ത്രത്തിൻ്റെ
പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ വിവിധ ഇനത്തിലുള്ള യന്ത്രങ്ങളെ സംബന്ധിച്ച് അടുത്ത പ്രദർശനത്തിൽ ഇതുപോലെ അവർ വരുമ്പോൾ ഈ മികച്ച യന്ത്രങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ കൂടെ ഉണ്ടായിരിക്കും. ഇപ്പോഴുള്ളതിൻ്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ മോശമായ യന്ത്രങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവ നന്നാക്കി കൊടുക്കുന്നതിനുള്ള സൗകര്യവും അവിടെ ഉണ്ട്. കഴിഞ്ഞ വർഷം വാങ്ങിച്ചതിൽ എന്തെങ്കിലും കുറ്റമുണ്ടായതെങ്കിൽ അത് റിപ്പയർ ചെയ്ത് കൊടുക്കാൻ അവിടെ സ്റ്റാളുകളുണ്ടായിരുന്നത് പ്രത്യേകം അറിയേണ്ട ഒരു കാര്യമാണ്. വലിയ കൂറ്റൻ യന്ത്രങ്ങൾ, ട്രാക്ടറുകളാണ് വലിയ പാടശേഖരങ്ങൾ പണിയെടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മല പ്രദേശങ്ങളിൽ ഇവയ്ക്ക് അത്ര വലിയ പ്രസക്തിയില്ല. എങ്കിലും ഇത്തരം യന്ത്രങ്ങൾ കുമരകം പോലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ചെളി ധാരാളം ഉള്ളിടത്ത് പാടത്ത് താഴ്ന്നു പോകാതെ പ്രവർത്തിക്കാൻ ഈ യന്ത്രങ്ങൾക്ക് അവയുടെ വീലുകൾ അത്തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ യന്ത്രങ്ങളുടെ അടുത്താണ് കൂടുതൽ ആളുകൾ നിൽക്കുന്നത്. വലിയ ട്രാക്ടറുകൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഏക്കറോളം സ്ഥലം വെള്ളിപ്പാക്കുന്നതിനും കൃഷി ഇറക്കുന്നതിനുമുള്ള സൗകര്യം ഒരുക്കുന്നതിന് ഈ യന്ത്രങ്ങളെയാണ് ഉപയോഗിക്കുക. അവയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പറഞ്ഞു തരാൻ നമുക്ക് ആളുകളുണ്ട്. അവയുടെ വിവരണങ്ങൾ തരാനുണ്ട്, ലഘുലേഖകൾ തരാനുണ്ട്, സംശയങ്ങൾക്ക് മറുപടി അവർ തരുന്നുണ്ട്. അതുപോലെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാനും അവിടെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അവിടെ പ്രവർത്തനം, ഇന്ധനക്ഷമത, മറ്റ് കാര്യങ്ങളല്ല, എത്ര കുതിരശക്തിയാണത്, അവയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് കൃത്യമായ രേഖകളുണ്ട്. അതുപോലെ തന്നെ അവയുടെ റിപ്പയറിങ്ങും മറ്റ് കാര്യങ്ങളും വിശദീകരിച്ച് തരാനും അവിടെ ആളുകൾ സദാസന്നദ്ധരാണ്. ഇതാണ് ഈ പ്രദർശനത്തിൻ്റെ ഒരു പ്രത്യേകത. വളരെ ചെറിയ യന്ത്രമാണ്. ഒരു കുട്ടിക്ക് പോലും കയറി ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ ചെറിയൊരു യന്ത്രം. പക്ഷേ ഇതിന് കാര്യക്ഷമമാണ്. ഇന്ധനക്ഷമത കൊണ്ട് ധാരാളം പ്രദേശത്ത് അത് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ചുറ്റി നടന്ന് കാണാൻ ധാരാളം ആളുകളുണ്ട്. പഴയ യന്ത്രത്തേക്കാൾ പ്രത്യേകത ഏറെ ഉള്ളതുകൊണ്ട് തന്നെ അത് കാണാനും കേൾക്കാനും ആളുകളുണ്ട്. ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഉപയോഗിക്കാൻ പറ്റില്ല. നോക്കുക, ഒരു കുട്ടി കയറി ഇരിപ്പുണ്ട്, പക്ഷേ അത് ഓടിക്കുന്നില്ല. പക്ഷേ അവനും അത് കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള അത്ര ഈസി ആയിട്ടുള്ള ഒരു യന്ത്രമാണത്. അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ അവർ പറയുന്നുണ്ട്. ചെറിയ ആളുകൾക്ക് വലിയ ആളുകൾക്ക് ഒരുപോലെ അത് ഉപയോഗിക്കാം. അതിൻ്റെ പ്രവർത്തനങ്ങൾ അത്ര കാര്യക്ഷമമാണ്. അതുപോലെ തന്നെ എളുപ്പവുമാണ്. വളരെ സങ്കീർണതകളൊന്നുമില്ലാത്ത നിസ്സാരമായ ഒരു യന്ത്രം. പക്ഷേ ഏക്കറുകളോളം ഭൂമി നിരപ്പാക്കുന്നതിനും കൃഷി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഇവ വളരെയേറെ എളുപ്പമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ധാരാളം ആൾക്കാരുണ്ട്. ജപ്പാൻ, ജർമ്മനി, ഇംഗ്ലണ്ട് മുതലായ സ്ഥലങ്ങളിലുള്ള വലിയ വലിയ ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന അതേ ഇനം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചിറക്കുന്നുണ്ട് ഇവയുടെ സഹകരണത്തോടെ. അതാണ് ഇവയുടെ ഒരു പ്രത്യേകത. എവിടെ നോക്കിയാലും ഇക്കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് ധാരാളം ആളുകൾ സദാസന്നദ്ധരായിരിക്കുന്നു. അവർക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും മതിയാകുന്നില്ല. അതുപോലെ ധാന്യങ്ങൾ പൊടിക്കുന്നതിന് ഉപയോഗിക്കുന്ന മില്ലുകൾ, വിവിധതരം പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും എല്ലാം വളരെയേറെ എളുപ്പത്തിൽ പ്രവർത്തിക്കുന്നതാണ്. വളരെയേറെ സങ്കീർണമായ പ്രക്രിയ എന്നൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അവർ വളരെ എളുപ്പമാക്കുന്നുണ്ട്. ധാന്യ മില്ലുകളിലും അതുപോലുള്ള ധാന്യങ്ങൾ പൊടിച്ച് വിതരണം നടത്തുന്ന വ്യവസായശാലകളിലും വ്യവസായ ആവശ്യത്തിനും മറ്റു കാര്യങ്ങൾക്കോ വലിയ കച്ചവടത്തിനോ ഒക്കെ ഉള്ള യന്ത്രങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. വളരെയേറെ എളുപ്പമുള്ളത്, ഉപയോഗിക്കാൻ എളുപ്പമുള്ളത്. അവയെ സംബന്ധിച്ച് വിവരണങ്ങൾ ധാരാളമായി കൊണ്ടിരിക്കുന്നു. പ്രദർശനത്തിലെ ഏറെ ആകർഷകമായിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു ഇത്. കൊച്ചുകുട്ടികൾക്ക് പോലും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന യന്ത്രങ്ങളെ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ ഉള്ളത് ഒരു വലിയ നേട്ടമാണ്. ഒപ്പം തന്നെ വ്യവസായശാലകളിൽ വൻ വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളും അവിടെയുണ്ട്. ഇതാ 100 ഗ്രാം, 50 ഗ്രാം, 200 ഗ്രാം, 500 ഗ്രാം പാക്കറ്റുകളാക്കി എന്ത് സാധനം ആണെങ്കിലും പൊടിച്ച് അവ പാക്കറ്റ് ആക്കി കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ. സാധനം ഇട്ട് കൊടുത്താൽ അത് പൊടിച്ച് റെഡിയാക്കി പാക്കറ്റുകളിൽ ആക്കി അത് വിതരണം നടത്താൻ അത് താഴേക്ക് വരും. അതിന് ലേബിൾ വരെ ഒട്ടിച്ച് കിട്ടുന്ന തരം യന്ത്രങ്ങൾ. പ്രദർശനം കണ്ടു മടുത്തു വെളിയിലേക്ക് ഇറങ്ങിയതാണ്. അഗ്രി ഇൻഡെക്സ് 2025 അവാർഡ്. ഇതാ ഇവിടെ നിൽക്കുന്ന ഇയാളെ നോക്കുക. എത്ര മനോഹരമായിട്ടാണ് ഇദ്ദേഹം വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത്. ഒരു ഡാൻസുകാരൻ്റെ മെയ്വഴക്കത്തോടെ വാഹനങ്ങളെ നിയന്ത്രിക്കുന്ന ഈ മനുഷ്യനെ നോക്കുക. രാവിലെ തുടങ്ങിയതാണ്, പക്ഷേ പകൽ അന്ത്യോളം പണി ചെയ്താലും ഇദ്ദേഹത്തിൻ്റെ മുഖത്തിരിക്കുകയാണ്. വളരെ സരസമായ രീതിയിൽ ആംഗ്യങ്ങൾ കാണിച്ച് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നു. ഒരാൾ മാത്രമല്ല, മറ്റാളുകളും കൂടെ ഉണ്ടെന്ന് നോക്കുക. എല്ലാവർക്കും ഏതവസരത്തിലും ഇവരെ ഉപയോഗിക്കാൻ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കും. ഏത് കാര്യങ്ങൾ ചോദിച്ചാലും കൃത്യമായ മറുപടിയുണ്ട്. ഏത് ഭാഷയിൽ ചോദിച്ചാലും അവർ കൃത്യമായിട്ട് അവർ പറഞ്ഞത്. അതായിരുന്നു ഈ അഗ്രി ഇൻഡെക്സിൻ്റെ. കഴിഞ്ഞ പല വർഷങ്ങളിൽ വന്നതിനേക്കാൾ അപേക്ഷിച്ച് ഈ വർഷം ധാരാളം സ്റ്റാളുകൾ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ പല സ്റ്റാളുകളിലും വൈവിധ്യമുള്ള സാധനങ്ങളുടെ കുറവ് ഒരു വലിയ ഇതായി തോന്നിയിരുന്നു.
കാർഷിക വിപണിയിലെ വിത്തും അതുപോലുള്ള സാധനങ്ങളും, അതുപോലെ തന്നെ ആടുമാടുകളെ സംബന്ധിച്ചുള്ള വിപണിയിൽ അവയുടെ എണ്ണക്കുറവ്, അതുപോലെ തന്നെ പശുക്കളുടെ കഴിഞ്ഞ വർഷം പശുക്കൾ തന്നെ വളരെ ചെറുത് മുതൽ ഏറ്റവും വലിയ വരെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രാവശ്യം അത്ര എണ്ണമില്ല. അതുപോലെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം, സെക്കൻഡറി ആയിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും എല്ലായിടത്തും പോകാനും കഴിഞ്ഞില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്കിങ്ങനെ തോന്നിയത്. എന്താണെങ്കിലും വേണ്ടില്ല, ഇത്രയേറെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നിരിക്കുന്ന ഈ പ്രദേശത്ത് ഇത്ര മനോഹരമായ കാര്യങ്ങൾ ഒരുക്കുന്നതിനും കാര്യങ്ങൾ വിവരിക്കുന്നതിനും, അതുപോലെ മനുഷ്യൻ്റെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും വളരെ കൃത്യതയോടെ പോകുന്നതിനും ചെയ്യുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രദർശന നഗരി ഇവിടെയല്ലാതെ മറ്റെവിടെയാണ് കാണാൻ കഴിയുക? കൃഷിയെ സ്നേഹിക്കുന്നവർക്ക്, കൃഷിയെക്കുറിച്ച് അറിയാൻ കഴിയുന്നവർക്ക് ഈ ഒരു സ്വപ്നഭൂമിയാണ്, അല്ലെങ്കിൽ ഒരു വലിയ മേളയാണ്. ദിവസങ്ങളോളം ഇവിടെ താമസിച്ച് ഈ പ്രദർശനം കണ്ടാലും നമുക്ക് മതിയാകണമെന്നില്ല. അത്രത്തോളം വൈവിധ്യമുണ്ട് ഈ പ്രദർശനത്തിൽ. ഓരോ വർഷവും ഇതൊരുക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ആളുകൾ എടുക്കുന്ന ത്യാഗം വളരെ ശ്രദ്ധേയമാണ്. അതുപോലെ ഇവിടെ വോളണ്ടിയേഴ്സായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന കാർഷിക സർവകലാശാലയിലെ കുട്ടികൾ, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ സ്ഥാനങ്ങളിലെ ആളുകൾ, അവർക്കൊക്കെയും അവരെയൊക്കെ എത്ര പ്രശംസിച്ചാലും മതിയാകണമെന്നില്ല. കാരണം അത്രത്തോളം താല്പര്യമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. വളരെ സന്തോഷത്തോടെ ഇത് കാര്യം ചോദിച്ചാലും മറുപടി പറയുന്നു. മുഷിച്ചലില്ല. ആവശ്യത്തിന് ഭക്ഷണം, വെള്ളവും എല്ലാം ഈ പ്രദർശന നഗരിയുടെ ഉള്ളിലുണ്ട്. ഒരു ആവശ്യത്തിന് വെളിയിലേക്ക് പോകേണ്ടതില്ല. വാഹനങ്ങളെല്ലാം വെളിയിലാണ് പാർക്ക് ചെയ്യുക. അതുകൊണ്ട് ഒരല്പം നടക്കണമെന്ന് മാത്രം. എന്നാലും വലിയ കുഴപ്പമില്ല. നഗരിയിലേക്ക് രാവിലെ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെയും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. 5-5:30 വരെ നമുക്ക് അവിടെ പ്രദർശനം കാണാൻ പറ്റും. ഒരു പാസ് മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും ഒരുപോലെ നമുക്ക് സഞ്ചരിക്കാം. പ്രത്യേകം പാസ് എടുക്കേണ്ട കാര്യമില്ല. ഈ മേള കണ്ട് സന്തോഷത്തോടെ ഉൽപ്പന്നങ്ങളും വാങ്ങിത്തിരിക്കുന്ന മനുഷ്യരാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, ആചാരമുള്ളവർ, അങ്ങനെ പല നാടുകളിൽ നിന്നെത്തിയ ആളുകൾ. അവർക്കൊക്കെയും മനസ്സിൽ നിറയെ സന്തോഷകരമായി എന്നെന്ന് ഓർമ്മിക്കാൻ ഉള്ള ഒരു വേദിയായി ഈ അഗ്രോ ഇൻഡെക്സ് മാറുകയാണ്. കേരളത്തിൽ നിന്നെത്തിയ, പ്രത്യേകിച്ചും മീൻപിൽ താലൂക്കിൽ നിന്ന് ജോഷിയുടെ നേതൃത്വത്തിൽ എത്തിയ സംഘങ്ങൾ, ജോഷിയോടും അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരോടും പ്രത്യേകമായി കടപ്പെട്ടിരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത 2026 കാണാവുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തട്ടെ. താല്പര്യങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.